ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഗ്രീൻ പീസ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവോള വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നമ്മളിനി രണ്ടാം പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. രണ്ടാം പാൽ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1-2 വിസിലടിച്ചാൽ മതിയാവും. അത് കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ചിരിക്കും. നോക്കി ഒത്തിരി ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത്യാവശ്യം നല്ല കട്ടിയിലെടുത്തിട്ടുള്ള രണ്ടാം പാൽ തന്നെയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിളച്ച് വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിക്കും എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.